ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജു. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നേരത്തെ റെയിൽവേ പുറത്തുവിട്ടുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അവരിനി എല്ലാ വർഷവും അവർ നടത്താനിരിക്കുന്ന എല്ലാ എക്സാമും എല്ലാ വർഷങ്ങളും കണ്ടക്ട് ചെയ്യുന്നു. നേരത്തെ ഇടയ്ക്ക് ഗ്യാപ്പ് 2 വർഷം ഗ്യാപ്പൊക്കെ വന്നിട്ടായിരുന്നു കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി ഉള്ള എല്ലാ എക്സാമും എല്ലാ വർഷങ്ങളിലും SSC ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു കാര്യം അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഉറപ്പാക്കുന്ന രീതിക്ക് തന്നെ നമ്മുടെ അടുത്ത NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഗ്രാജുവേറ്റിൻ്റെയാണ് വന്നിട്ടുള്ളത്. ഇനി അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ വരാനായിട്ട് ഇരിപ്പുണ്ട്. അത് ഈ ആഴ്ച തന്നെ എൻഡിലായിരിക്കും, 28-ാം തീയതി ആയിരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ. അവർ ഷോർട്ട് നോട്ടീസിനകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, അവർ ഷോർട്ട് നോട്ടീസിനകത്ത് 21 തന്നെയായിരുന്നു ഗ്രാജുവേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോക്കകത്ത് പറയുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഈ വർഷം നമ്പർ നോക്കുമ്പോൾ സെൻ നമ്പർ എത്രയാണ്, 6/2025. ഓക്കെ, ആ ഒരു നമ്പറിലാണ് എന്ത് വന്നിട്ടുള്ളത്, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, 21 ഓപ്പണിംഗ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 21/10 ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് ആണെങ്കിൽ 20/11. ഏകദേശം 1 മാസം സമയമുണ്ട്. പല ആൾക്കാർ 1 മാസം സമയം ഉണ്ടെങ്കിലും അവസാന സമയം വരെ കൊണ്ടുവച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റൂല. എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. 1 മാസം സമയം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു കാര്യം അപ്ലൈ ചെയ്യുക. മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് ഈ ഒരു ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ 23 മുതൽ 2-ാം തീയതി വരെ മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നുണ്ട്. മോഡിഫിക്കേഷൻ വരുത്താതിരിക്കുക. ആദ്യമേ തന്നെ ചെയ്യുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് നോക്കി ഒരു ഡീറ്റെയിൽസും തെറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത നോക്കുവാണെങ്കിൽ അടുത്ത പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇനി നമ്മൾ മുകളിലേക്ക് കുറച്ചുകൂടെ താഴേക്ക് പോകുന്ന സമയം നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ പോസ്റ്റിലേക്കാണ്. നേരത്തെ വിളിക്കുന്ന പോലെ തന്നെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രാഫിക് അസിസ്റ്റന്റ്. ഇതുപോലെ 6 പോസ്റ്റിലേക്കാണ് ഇത്തവണ എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് വിളിച്ചിട്ടുള്ളത്. ടോട്ടൽ വിളിച്ചേക്കുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ 5810 വേക്കൻസിക്കാണ്. എത്ര വേക്കൻസിക്കാണ്? 5810 വേക്കൻസിക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ടോട്ടൽ ഗ്രാജുവേറ്റ് വിളിച്ചിട്ടുള്ളത്. അതിൽ ഇവിടെ നോക്കിയാൽ കാണാം എല്ലാ പേ സ്കെയിൽ വരുന്നത് ലെവൽ 6, ലെവൽ 5, ലെവൽ 4. ഓക്കെ, ട്രാഫിക് അസിസ്റ്റന്റ് മാത്രമാണ് ലെവൽ 4 വരുന്നത്. ബാക്കിയെല്ലാം ലെവൽ 6, 5 എന്നുള്ള രീതിക്കാണ് എന്ത് വരിക, ഈ പറഞ്ഞ പേ ലെവൽ വരിക. അപ്പോൾ പേ ലെവൽ നോക്കുമ്പോൾ ഏകദേശം 25,000-നും 30,000-ന്റെ ഇടയ്ക്കാണ് എന്ത് വരുന്നത്, നമ്മുടെ ബേസിക് പേ വരുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഒരിക്കലും ഇതായിരിക്കില്ല നമ്മുടെ സാലറി. ഇത് ബേസിക് പേ ആണ്. ഏറ്റവും കൂടുതൽ അലവൻസ് ഉള്ള ഒരാളാണ് RRB എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് അലവൻസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് റെയിൽവേ എന്ന് പറയുന്നത്. അതുകൊണ്ട് അലവൻസ് എല്ലാം കിട്ടുന്ന സമയത്ത് നമ്മുടെ സാലറി നല്ലോണം ഹൈക്ക് ഉണ്ടാവും. പിന്നെ പേ സ്കെയിൽ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു സാലറിയിൽ വീണ്ടും എന്തുണ്ടാവാം, ഇൻക്രീസ് ഉണ്ടാവും. അത് എടുത്തു പറയാൻ കാരണം പല ആൾക്കാരും ഇത്രയും സാലറി ഉള്ളോ, ഇതിൽ നിന്ന് മുകളിൽ സാലറി ഉള്ള ജോലികൾ ഇല്ലേ എന്നുള്ള രീതിക്ക് പോകാറുണ്ട്. അതല്ല, ഇത് ബേസിക് പേ, ഇനിഷ്യൽ പേ ആണ് പറയുന്നത്. ഇനി മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. പല ആൾക്കാരും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ശ്രദ്ധിക്കാതെ കയറി അപ്ലൈ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യുന്ന ടൈമിൽ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി എന്ത് ചെയ്യുക, പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. അത് മെയിനായിട്ട് ഇതുപോലെ സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ആ ഒരു കാര്യം അവർ കറക്റ്റായിട്ട് നോക്കിയേ കൊടുക്കാവൂ. കാരണം റെയിൽവേയുടെ മെഡിക്കൽ എന്ന് പറയുന്ന അത്യാവശ്യം നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്തവർ നടത്തുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ആ ഒരു കാര്യം വിടാതിരിക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുമ്പോൾ A2, B2 അതുപോലെ തന്നെ C2, ഈ 3 മെഡിക്കൽ സ്റ്റാൻഡേർഡിലാണ് ഏത് വരുന്നത്, നമ്മുടെ ഈ ഗ്രാജുവേറ്റ് എക്സാം വിളിച്ചിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് A2, B2, C2 ആണ്. ഇനി ഏജ് കാറ്റഗറി വരുമ്പോൾ ഏജ് ഏത് മുതൽ ഏത് വരെയാണ്, 18 മുതൽ 33 വരെയാണ്. നമുക്ക് നേരത്തെ 18 മുതൽ 36 ഉണ്ടായിരുന്നു. അത് കോവിഡിന്റെ റിലാക്സേഷൻ ആണ്. ഓക്കെ, കോവിഡ് ടൈമിലുള്ള റിലാക്സേഷന് വേണ്ടിയിട്ടാണ് 3 വർഷം എക്സ്ട്രാ ഇട്ടത്. ഇപ്പൊ എന്തില്ല, അതില്ല. 18 മുതൽ 33 വരെ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ട് എടുത്തിട്ടിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ട് പ്രധാനമായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ കട്ട് ചെയ്തിട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ് എന്നുള്ളത്, A2 എന്താണ്, B2 എന്താണ്, C2 എന്താണ്, ഇത് A2, B2, C2 കൊണ്ട് അവരെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻലി വിഷൻ, ഡിസ്റ്റന്റ് വിഷൻ, നിയർ വിഷൻ, അതെങ്ങനെയാണ് പവർ വരേണ്ടത്, 6/9 ആണോ 6/12 ആണോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പോയി ചെക്ക് ചെയ്യുക. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ഒരു സാധനം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുന്ന ആളാണോ, A2 വരുന്ന ആളാണോ,
B2 വരുന്ന ആളാണോ C2 വരുന്ന ആളാണോ എന്നുള്ളത് അവരെന്ത് ചെയ്യും, നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കൊടുക്കുക, അതിൻ്റെ ആ ഒരു പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. അല്ലാതെ വെറുതെ കൊടുത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ C2 വരുന്ന ഒരാളാണ്, C2 വരുന്ന ആള് A2 വരുന്ന ഒരു പോസ്റ്റ്, എന്നാൽ ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററൊക്കെ വരുമ്പോൾ A2 വരുന്ന ഒരു പോസ്റ്റ് എടുത്ത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. പോകുന്ന സമയത്ത് എന്ത് റിജക്റ്റ് ആവും, മെഡിക്കൽ വരുന്ന സമയത്ത്. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. എന്ത് ചെയ്യുക, ആ ഒരു കാര്യം കറക്റ്റായിട്ട് അറിഞ്ഞ് മാത്രം പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തതിലോട്ട് പോയി കഴിഞ്ഞാൽ ഏജ് വരുന്ന സമയത്ത് പലപ്പോഴും പല ആൾക്കാരും ലാസ്റ്റ് ചാൻസ് ആണ്, അപ്പം എനിക്ക് ഏത് ഏജ്, എൻ്റെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതിന് വേണ്ടി അവർ പ്രോപ്പറായിട്ട് കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലോവർ ഏജ് ലിമിറ്റും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അപ്പർ ഏജ് ലിമിറ്റും പറഞ്ഞിട്ടുണ്ട്. ഈ ലോവറും അപ്പർ ഉദ്ദേശിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് നോട്ട് ഇയർലിയർ ദാൻ. ഓക്കെ, ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തിന് മുന്നേ ജനിച്ച ആളാവരുത്. അതിനകത്ത് URനും OBCക്കും SC/STക്കും എന്തുണ്ട്, സെപ്പറേറ്റ് അവർ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. UR വരുന്ന സമയത്ത് 2/1/1993 മുന്നേ ജനിച്ച ആളാവരുത്. അതുപോലെ തന്നെ OBC വരുമ്പോൾ 2/1/1990 മുന്നേ ജനിച്ച ആളാവരുത്. SC വരുമ്പോൾ 2/1/1988 മുന്നേ ജനിച്ച ആളാവരുത്. ലോവർ ഏജ് ലിമിറ്റ് വരുന്ന സമയത്ത് നോട്ട് ബോൺ ആഫ്റ്റർ, ഓക്കെ, എന്താണ് 1/1/2008 ശേഷം ജനിച്ച ആളും ആവരുത്. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പർ ഏജ് ലിമിറ്റും ലോവർ ഏജ് ലിമിറ്റും എടുത്തു തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ, അത് ആ ഒരു കാര്യം എടുത്ത് തന്നെ അവര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് എക്സാം, ഏത് രീതിക്കാണ് നടക്കുക, എക്സാമിന്റെ ആ ഒരു ഏതൊക്കെ മാർക്ക് വെയിറ്റേജ് എങ്ങനെയാണ്. ജനറൽ അവയർനെസ് വരുമ്പോൾ എത്ര മാർക്കിന്റെ വെയിറ്റേജ്, നേരത്തെയൊക്കെ നടക്കുന്ന പോലെ തന്നെ 40 മാർക്കിന്റെ വെയിറ്റേജും മാത്സിന് 30 മാർക്കും അതുപോലെ തന്നെ റീസണിങ്ങിന് 30 മാർക്ക്. ഓക്കെ അല്ലേ, ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ, 100 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് ടോട്ടൽ 100 മാർക്കിന് തന്നെയാണ് എന്ത് വരിക, നമ്മുടെ എക്സാമും വരിക. എത്രയാണ് ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്, 90 മിനിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുക, ആ ഒരു സാധനത്തിനോട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഇനി ഇതിന്റെ CBT2 എന്തായാലും ഈ ഒരു എക്സാം നടക്കുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ്. ഫസ്റ്റ് CBT1, സെക്കൻഡ് CBT2. CBT2 വരുന്ന സമയത്ത് ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് തന്നെയാണ്. അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടും. ജനറൽ അവയർനെസ് വരുമ്പോൾ 50 ക്വസ്റ്റ്യനും മാത്സും അതുപോലെ തന്നെ റീസണിങ് എത്ര ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്, 35 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. അങ്ങനെ ടോട്ടൽ 120 ക്വസ്റ്റ്യൻ ആണ്. ചേഞ്ച് ഉള്ളത് എന്തിൽ മാത്രമേ ഉള്ളൂ, ക്വസ്റ്റ്യന്റെ എണ്ണത്തിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. എന്നാൽ ടൈം എന്താണ്, സെയിം തന്നെയാണ്, 1.5 മണിക്കൂർ തന്നെയാണ് എക്സാം നടക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത നോക്കുകയാണെങ്കിൽ എന്താണ്, അടുത്ത ഈ പറഞ്ഞ ഇതിന് കൂടുതൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും വേക്കൻസി നോക്കി തന്നെയാണ് അപ്ലൈ ചെയ്യുക, ഏത് സോണിലാണ് വേക്കൻസി എന്നുള്ളത്. അങ്ങനെ അവർ സോൺ ബേസ് വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ ഗിവൺ ആണ്. ആ ഒരു നോട്ടിഫിക്കേഷനകത്ത് തന്നെ സോൺ ബേസ് വേക്കൻസി ഗിവൺ ആണ്. അതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നതെന്ന് പറയുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ബിലാസ്പൂർ എത്ര വേക്കൻസിയാണ്, ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ബിലാസ്പൂർ വരുമ്പോൾ 864 എന്തെന്ന് പറയുന്നത് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ബിലാസ്പൂരിൽ. ഇനി അടുത്ത കുറച്ചുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ, ഇത്തവണ നമ്മളിപ്പോൾ കൂടുതൽ അപ്ലൈ ചെന്നൈ ഇത്തവണ വേക്കൻസി എത്രയാണ്, 187 വേക്കൻസിയാണ് ഇവിടെ ഉള്ളത്, ചെന്നൈയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേക്കൻസി കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വേക്കൻസിയിൽ ഇനിയും എന്ത് വരാം, ഇൻക്രീസ് വരാം. കാരണം ഇപ്പോഴും ഷോർട്ടേജ്, ഒരുപാട് ആൾക്കാരുടെ ഷോർട്ടേജ് റെയിൽവേയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ വേക്കൻസിയിൽ ഇൻക്രീസ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴേ വേക്കൻസി എടുത്ത് തല വെക്കേണ്ട ആവശ്യമില്ല. പഠിക്കുന്ന പ്രോസസ്സ് എന്ത് ചെയ്യുക, നല്ലോണം ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്ത നോക്കുമ്പോൾ കൂടുതൽ വേക്കൻസി വരുന്നത് കൊൽക്കട്ട വരുന്നുണ്ട്. കൊൽക്കട്ടയിൽ എത്രയാണ്, 685 വേക്കൻസിയാണ് ഇവിടെ ഉള്ളത്, കൊൽക്കട്ട ഉള്ളത്. അതുപോലെ തന്നെ അടുത്ത നോക്കുവാണെങ്കിൽ ഏതാണ്, മുംബൈ വരുന്നുണ്ട്, 596 വേക്കൻസി മുംബൈയിൽ വരുന്നുണ്ട്. ഇനി അടുത്ത വരുന്ന സമയത്ത് ഏതാ, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം ഒക്കെ നോക്കുവാണെങ്കിൽ ട്രിവാൻഡ്രം ടോട്ടൽ എത്ര വേക്കൻസിയാണ് വരുന്നത്, 58 വേക്കൻസിയാണ് ടോട്ടൽ ട്രിവാൻഡ്രം വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇത്രയാണ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ്. നിങ്ങൾ ഈ വേക്കൻസി എടുത്ത് തലയിൽ വെക്കരുത്, ഇപ്പോഴേ പറയുന്നു. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു ഒറ്റ സീറ്റ് മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ആ ഒരു കാര്യം പ്രോസസ്സ് നല്ലോണം ബിൽഡ് ചെയ്യുക. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം. അപ്പോൾ NTPCക്ക് വേണ്ടിയിട്ടുള്ള NTPC ഫോക്കസ് ചെയ്തുകൊണ്ട് NTPCക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ അടുത്ത ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് ഈ വരുന്ന നവംബർ 5-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെ ഓൺലൈൻ ബാച്ചും ഉണ്ട്, അതുപോലെ തന്നെ ഓഫ്ലൈൻ ബാച്ച് ഉണ്ട്. ഓൺലൈൻ ബാച്ചും നവംബർ 5-നാണ്, അതുപോലെ തന്നെ ഓഫ്ലൈൻ ബാച്ച് ആണെങ്കിലും നവംബർ 5-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന 2 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ, കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന 2 നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യുക.
നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു മെൻറ്റർ സപ്പോർട്ടോട് കൂടി കറക്റ്റ് വേയിൽ എന്ത് ചെയ്ത് തുടങ്ങുക, പഠിച്ചു തുടങ്ങുക. എന്തായാലും എങ്ങനെ പോയാലും നിങ്ങൾക്ക് കുറഞ്ഞത് എന്ത് ചെയ്യും, ഒരു മന്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 5 to 6 months എന്തായാലും അവൈലബിൾ ആവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ NTPC നടന്നപ്പോൾ ഏകദേശം ഒരു 10 മാസത്തെ ഗ്യാപ്പ് വന്നു. നോട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 10 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അത്ര ഒരു ഗ്യാപ്പ് വരത്തില്ല. കാരണം അവർ ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടെ നേരത്തെ ചെയ്തു, വീണ്ടും ചെയ്യുന്നതുകൊണ്ട് കുറെ കൂടെ സ്പീഡാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ഗ്യാപ്പ് കിട്ടും. ആ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് ധാരാളമാണ്. കണ്ടിന്യൂസ് ആയിട്ട് കൺസ്റ്റന്റ് ആയിട്ട് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ ധാരാളമാണ്. പഠിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല. പഠിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത്തവണ കഴിഞ്ഞ 2024 കഴിഞ്ഞ ആ പറഞ്ഞ NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, ALP, RPF, അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി, ഇതിൻ്റെ എല്ലാം പ്രിലിംസ്, മെയിൻസ്, ഓക്കെ, പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ CBT 1-ൻ്റെ CBT 2 ഉണ്ടെങ്കിൽ CBT 2-ൻ്റെയും കൂടെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിലോട്ട് പോകാം. കാരണം ഇനി നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. കുറച്ച് വർഷത്തിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞ് വന്നതുകൊണ്ട് പല ആൾക്കാർക്കും അറിഞ്ഞൂടെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് രീതിക്ക് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. ആ കാര്യത്തിൽ ഇപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഇപ്പോൾ തൊട്ടടുത്തല്ലേ മറ്റേ നടന്നത്, അപ്പോൾ അതേ പാറ്റേൺ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് ഫോളോ ചെയ്യുക. അതുകൊണ്ട് അതിലൊരു ചേഞ്ച് വരാൻ പോകുന്നില്ല. അത് നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുള്ള ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ നമ്മുടെ ആ ഒരു പ്രോസസ്സ് സ്പീഡാക്കാനും നല്ലോണം സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ എക്സാം എഴുതാതിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കണ്ട. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയുക. അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.